ഹായ് ടാറ്റുലോസ്. ഈ വരുന്ന 3 ആളുകളിൽ 2 ആളുകൾക്ക് ടാറ്റു വേണം. അതും കുറച്ച് യുണീക്കായിട്ടുള്ള കപ്പിൾ ടാറ്റു ആണ് വേണ്ടത്. ഈ വർക്ക് കുറേ മുന്നേ അപ്പോയിൻമെൻ്റ് എടുത്തതൊന്നുമല്ല, വെറും മണിക്കൂറുകൾക്ക് മുന്നേ ആണ് ഇവർ ഡിസൈഡ് ചെയ്ത് ടാറ്റു ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ കാര്യം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ലാൽട്ടൻ്റെ കട്ട ഫ്രണ്ട്സുമാരാണ് ഇവർ. ഓൾറെഡി കുറേ വീഡിയോ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസൈൻ സെലക്ട് ചെയ്ത് കുറേ നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഡിസൈന് ലാലുട്ടനും പറഞ്ഞു അവരെ പ്രൊഫഷണലോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പോൾ ആൾക്ക് കുറച്ച് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതേപോലെ മൂവി റിലേറ്റഡൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ആളെ ഒരു പ്രൊഫഷണൽ സ്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അവരെ വൈഫിന് റഹ്മാത്തേക്ക് വേണ്ട ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവർ നല്ല ഡാൻസറാണ്, ഡാൻസിനോടും നല്ല താല്പര്യമുള്ളതാണ്. അപ്പോൾ വെറുതെ ഒരു ഡിസൈൻ ചെയ്യണേക്കാട്ടി നല്ലത് എന്താ പറയുക, അവർക്ക് ഓർത്ത് വയ്ക്കാനോ അതേപോലെ അവരോട് പ്രൊഫഷണലോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈൻ ആകുമ്പോൾ അതൊരു വൈബ് തന്നെയാണ്, ഒരു റിഗ്രറ്റും വരില്ല. അപ്പോൾ അവർക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്കായിട്ടുള്ളൊരു ഡാൻസിങ്ങിൻ്റെ പൊസിഷൻ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഇവർക്ക് ചെയ്യാനായിട്ടുണ്ടാക്കിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയാണ് ലാൽട്ടൻ ഇവർ രണ്ടാളെയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇവർക്ക് ടാറ്റുവിനോട് ഭയങ്കര മൂടുള്ള ആളുകളാണ് രണ്ടാളും. അപ്പോൾ ടാറ്റു എങ്ങനെ ചെയ്യണം, എന്ത് ഡിസൈൻ ചെയ്യണം യാതൊരു ഐഡിയ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും ഫസ്റ്റ് ടാറ്റു ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഫ്രീ ആണ്, നമുക്കിപ്പോൾ ചെയ്യാമെന്ന്. എന്താ വെച്ചാൽ നമ്മൾ നാളെ എന്നുള്ള പരിപാടി ഇല്ല, നമുക്കൊക്കെ സ്പോട്ടിലാണ്. അപ്പോൾ അവരും ഫ്രീ ആണ്, എന്നാൽ സ്റ്റുഡിയോയിലോട്ട് പോരേന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലെത്തി. 1 അവർ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ടാറ്റു നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും അന്ന് അവർ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ സാധനങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുത്ത്. കുറച്ച് പെയിനൊക്കെ സഹിച്ചെങ്കിലും ലാൽട്ടൻ്റെ കുറേ കോമഡിയൊക്കെ കണ്ട് അവർ കൂളായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഇതേപോലത്തെ യുണീക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോ. നമ്മളിനി ഇതേപോലത്തെ കിടിലൻ യുണീക്ക് ഡിസൈനുകളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.